വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം ആലപ്പുഴ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിക്കും. നിശ്ചയിച്ച സമയക്രമങ്ങൾ തെറ്റിച്ചാണ് ആയിരങ്ങൾ വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നത്. വിലാപയാത്ര വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെ കാണിച്ച ശേഷമായിരിക്കും പൊതുദർശനം നടത്തുക. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം ക്രമീകരിക്കും. പിന്നീട് ആലപ്പുഴ കടപ്പുറത്തെ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനാകും. വൈകിട്ട് വലിയ ചുടുകാട് ശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. ആലപ്പുഴ DC-യിൽ നിന്നും B. ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, വിപ്ലവത്തിന്റെ ചുവന്ന മണ്ണിലേക്ക് അവസാനമായി വി.എസ്. എത്തിയിരിക്കുകയാണ്. പൊതുദർശനത്തിലും സംസ്കാര സമയത്തിലും മാറ്റമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. DC ഓഫീസിൽ എത്ര സമയം പൊതുദർശനമുണ്ടാകും? ദീപ, ദീർഘനാൾ CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിട്ട് വി.എസ്. സേവനമനുഷ്ഠിച്ച ഒരു സ്ഥലമാണ്. എന്തായാലും വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. രണ്ട് വശങ്ങളിലായിട്ട് ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകരുണ്ട്. അത് ആലപ്പുഴക്കാർ മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ ഈ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് വി.എസിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. P. കൃഷ്ണപിള്ളയിൽ നിന്നാണ് CPM അംഗത്വം വി.എസ്. അച്യുതാനന്ദൻ സ്വീകരിക്കുന്നത്. അങ്ങനെ ആലപ്പുഴ വി.എസിന്റെ ഒരു തട്ടകം തന്നെയാണ്, സമര തട്ടകം തന്നെ. ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച, കർഷക സമരങ്ങൾക്ക് പോരാട്ടം കുറിച്ച, പുന്നപ്ര വയലാർ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അങ്ങനെ ആലപ്പുഴ എന്ന് പറയുന്നത് വി.എസ്. ആണ്. ആലപ്പുഴ വി.എസ്. ആണ്. വി.എസ്. എന്നാൽ ആലപ്പുഴയാണ്. ആ തരത്തിലാണ് ആലപ്പുഴയുടെ ഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയത്. അങ്ങനെ വി.എസിന്റെ അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിശ്ചയിച്ചതിലും വൈകിയാണ് ഇവിടെ എത്തുന്നത്. രാവിലെ 9 മണിക്കാണ് DC-യിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നത്. എന്നാൽ അതെല്ലാം മാറി, ആ സമയക്രമങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ വിലാപയാത്ര ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവസാന പോയിന്റാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 2:15 ഈ വിലാപയാത്ര പുറപ്പെട്ടത്. ഏതാണ്ട് തിരുവനന്തപുരം ജില്ലയിലെ 27 കേന്ദ്രങ്ങളും കൊല്ലം ജില്ലയിലെ 7 കേന്ദ്രങ്ങളും ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് 11 കേന്ദ്രങ്ങളും പൂർത്തീകരിച്ചാണ് ഈ വിലാപയാത്ര മണിക്കൂറുകൾ എടുത്ത് ഈ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നാട്ടിൽ, പിറന്ന നാടിൽ ആ സ്നേഹാശംസകൾ ഏറ്റുവാങ്ങാൻ അന്ത്യാഞ്ജലി. ആലപ്പുഴ DC ഓഫീസിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ.